പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്നു പറയും എന്നുത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിനെ വാലിനു പിടിക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അതവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. ഇതു അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു. യഹോവ പിന്നെയും അവനോട്, നിന്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു. മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു. എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്കു കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ചു നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചൊല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ചു മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തു, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവവുമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. പിന്നെ മോശ തൻ്റെ അമ്മായപ്പനായ യിത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രയീമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. യിത്രോ മോശയോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട്, മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ മിസ്രയീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. നീ ഫറവോനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറക. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ടു, കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അവൻ്റെ കാൽക്കൽ ഇട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. എന്നാൽ യഹോവ അഹരോനോട്, നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്നു ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു, ചുംബിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു.
പിന്നെ മോശയും അഹ്റോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടിവരുത്തി. യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്റോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാൺകെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം. അതിൻ്റെ ശേഷം മോശയും അഹ്റോനും ചെന്നു ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്കു കേൾക്കേണ്ടതിന് അവനാർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്രയീം രാജാവ് അവരോട്, മോശെ, അഹരോനെ, നിങ്ങൾ ജനങ്ങളെ വേല മെനക്കെടുത്തുന്നത് എന്ത്? നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവിൻ എന്ന് പറഞ്ഞു. ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു, നിങ്ങൾ അവരെ അവരുടെ ഊഴിയ വേല മെനക്കെടുത്തുന്നു എന്നും ഫറവോൻ പറഞ്ഞു. അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചത് എന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം. ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ. അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ. അവർ അതിൽ കഷ്ടപ്പെടട്ടെ. അവരുടെ വ്യാജ വാക്കുകൾ കേൾക്കരുത്. അങ്ങനെ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട്, നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല. നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്തു നിന്ന് വൈക്കോൽ ശേഖരിപ്പിൻ. എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജനം വൈക്കോലിനു പകരം താളടി ശേഖരിപ്പാൻ മിസ്രയീം ദേശത്ത് എല്ലായിടവും ചിതറി നടന്നു. ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു. വൈക്കോൽ കിട്ടി വന്നപ്പോൾ, ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണം എന്നു പറഞ്ഞു. ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേലാക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു. നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു, അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത്? അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്നവർ പറയുന്നു. അടിയങ്ങളെ തല്ലുന്നു. അത് നിന്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. പോയി വേല ചെയ്വിൻ, വൈക്കോൽ തരികയില്ല. ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു. ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു. അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി. ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നതു മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്നു പറഞ്ഞു. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രയീമ്യർ അടിമകളാക്കിയിരിക്കുന്ന
ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ചു. അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവ ആകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ചെന്ന് മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു. അതിന് മോശ, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്കു കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലല്ലോ എന്ന് യഹോവയുടെ സന്നദ്ധയിൽ പറഞ്ഞു. അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു. അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ, ഇസ്രായേലിന്റെ ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ഇവ രൂബേന്റെ കുലങ്ങൾ. ഷിമയോന്റെ പുത്രന്മാർ യമൂവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ, കനാന്യ സ്ത്രീയുടെ മകനായ ഷൗൽ. ഇവ ഷിമയോന്റെ കുലങ്ങൾ. വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഗേർഷോൻ, കഹാത്ത്, മെരാരി. ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരം ആയിരുന്നു. ഗേർഷോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമേയുമായിരുന്നു. കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, മൂഷി. ഇവർ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങൾ ആകുന്നു. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരം ആയിരുന്നു. ഇസ്ഹാരിൻ്റെ പുത്രന്മാർ കോരഹ്, നേഫഗ്, സിക്രി. ഉസിയേലിൻ്റെ പുത്രന്മാർ മിഷായേൽ, എൽസാഫാൻ, സിത്രി. അഹരോൻ അമ്മീനാദാബിൻ്റെ മകളും നഹശോന്റെ സഹോദരിയുമായ എലീഷെബയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവൾ അവന് നാദാബ്, അബീഹു, എലയാസർ, ഈദാമാർ എന്നിവരെ പ്രസവിച്ചു. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ്. ഇവ കോരഹ്യ കുലങ്ങൾ. അഹരോന്റെ മകനായ എലയാസർ ഫൂദിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവൾ അവന് ഫീനെഹാസനെ പ്രസവിച്ചു. ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാർ ആകുന്നു. നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിപ്പിൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശയും ഇവർ തന്നെ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ. യഹോവ മിസ്രയീം ദേശത്തു വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്രയീം രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതിന് മോശ, ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ, ഫറവോൻ എൻ്റെ വാക്ക് എങ്ങനെ കേൾക്കുമെന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു.